മകരജ്യോതി ദർശിക്കാൻ ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടക തിരക്ക് തുടങ്ങിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരം ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. രാഹുൽ സുരേഷ് സന്നിധാനത്തു നിന്നും തത്സമയം ചേരുകയാണ്. രാഹുൽ, ഭക്തജന തിരക്ക് വല്ലാതെ കൂടിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഭക്തജന ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സന്നിധാനത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്കെൻ സൂചിപ്പിച്ച പോലെ തന്നെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചവരെ തിരക്ക് കുറവായിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ട് മുതൽ വീണ്ടും തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതിനോടകം തന്നെ സന്നിധാനത്ത് വിരിവെച്ച് കഴിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ 8:45 സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് കടക്കുന്ന 8:45 ഇത്തവണത്തെ മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത്. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയച്ച നെയ്യ് ഈ സമയത്ത് അഭിഷേകം ചെയ്യും. തുടർന്ന് വൈകിട്ട് 5:30 ഈ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് 6:30 വിശേഷാൽ ദീപാരാധന നടക്കുന്നത്. ഈ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിക്കാനാവുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ജനലക്ഷങ്ങൾ ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നാളത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് പുരോഗമിക്കുന്നതിൻ്റെയാണ്. കുരുത്തോലയും വാഴയും ഉപയോഗിച്ചുള്ള പ്രത്യേക ഡെക്കറേഷനാണ് നടക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയാൽ അത് കൃത്യസ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാണ്. ഇന്ന് 50,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള അവസരമുള്ളത്. നാളെ 40,000 പേർക്കും ദർശനത്തിന് സൗകര്യമുണ്ടാവും. ഇങ്ങനെ ആകെ ഇന്ന് 55,000, നാളെ 45,000 തീർത്ഥാടകരെ കൂടിയാണ് സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത്. 5,000 പോലീസുകാരാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. സുരേഷ്.